ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി പരീക്ഷകളിൽ സ്പോർട്സിൽ നിന്ന് സാധാരണയായി ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇനി വരുന്ന പി എസ് സി എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 1983 ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായപ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു? കപിൽ ദേവ്. 1983 ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായപ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു? കപിൽ ദേവ്. മാർട്ടീന നവറത്ലോവ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 14. ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 14. 2003 ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയായത് ഹൈദരാബാദ്. 2003 ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയായത് ഹൈദരാബാദ്. സില്ലി പോയിന്റ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. സില്ലി പോയിന്റ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഇന്റർനാഷണൽ ഒളിമ്പിക് അക്കാദമി എവിടെയാണ്? ഒളിമ്പിയ. ഇന്റർനാഷണൽ ഒളിമ്പിക് അക്കാദമി എവിടെയാണ്? ഒളിമ്പിയ. ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്നത്? ബുല ചൗധരി. ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്നത് ബുല ചൗധരി. ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം? ഗ്രീസ്. പറക്കും സിംഗ് എന്നറിയപ്പെട്ടത്? മിൽഖ സിംഗ്. പറക്കും സിംഗ് എന്നറിയപ്പെട്ടത് മിൽഖ സിംഗ്. ഒളിമ്പിക്സ് ആദ്യമായി ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്ത വർഷം? 1936. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെട്ടത്? പി ടി ഉഷ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെട്ടത് പി ടി ഉഷ. ആദ്യത്തെ ഹോക്കി ലോകകപ്പ് നടന്ന ബാർസലോണ നഗരം ഏത് രാജ്യത്താണ്? സ്പെയിൻ. ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്യുന്നതാരാണ്? ആതിഥേയ രാഷ്ട്രത്തിൻ്റെ തലവൻ. ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? ആതിഥേയ രാഷ്ട്രത്തിൻ്റെ തലവൻ. ആദ്യത്തെ ദേശീയ ഗെയിംസിന് വേദിയായത്? ന്യൂഡൽഹി. ആദ്യത്തെ ദേശീയ ഗെയിംസിന് വേദിയായത് ന്യൂഡൽഹി. 1983 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളായത് എത്ര റൺസ് വ്യത്യാസത്തിലാണ്? 43. ആദ്യമായി വിന്റർ പാരാലിമ്പിക്സ് നടന്ന വർഷം? 1976. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? പാട്യാല. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? പാട്യാല. ചെസ്സിൻ്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ഇന്ത്യ. ചെസ്സിൻ്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ഇന്ത്യ. ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ആവറേജ് ഉള്ള ക്രിക്കറ്റർ? ഡോൺ ബ്രാഡ്മാൻ. പെലെയുടെ യഥാർത്ഥ പേര്? എഡ്ഗർ അരാൻഡസ് ഡി നാസിമെൻഡോ. പെലെയുടെ യഥാർത്ഥ പേര്? എഡ്ഗർ അരാൻഡസ് ഡി നാസിമെൻഡോ. മൈക്ക് ടൈസൺ ഏത് കായിക മത്സരത്തിലാണ് പ്രശസ്തി നേടിയത്? ബോക്സിംഗ്. ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഉത്സവം? ഒളിമ്പിക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ കായികോത്സവം ഒളിമ്പിക്സ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹോക്കി ടൂർണമെൻറ്റ്? ബെയ്റ്റൺ കപ്പ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹോക്കി ടൂർണമെൻറ്റ്? ബെയ്റ്റൺ കപ്പ്. പിച്ച് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. പിച്ച് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഇന്ത്യ 1983 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായപ്പോൾ ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് ആയത്? മൊഹിന്ദർ അമർനാഥ്. ഹരിയാന ഹരിക്കെയിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? കപിൽ ദേവ്. ഹരിയാന ഹരിക്കെയിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കപിൽ ദേവ്.
3 പ്രാവശ്യം ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ ആദ്യ രാജ്യം ഓസ്ട്രേലിയ. 3 പ്രാവശ്യം ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ ആദ്യ രാജ്യം ഓസ്ട്രേലിയ. ഇന്ത്യയിലെ വിഖ്യാതരായ കായിക പരിശീലകർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ദ്രോണാചാര്യ അവാർഡ്. ഇന്ത്യയിലെ വിഖ്യാതരായ കായിക പരിശീലകർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി ലഭിച്ചത് OM നമ്പ്യാർക്കാണ്. ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി ലഭിച്ചത് OM നമ്പ്യാർക്കാണ്. പിന്നെ അതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി കൂടിയാണ് OM നമ്പ്യാർ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചോണേ. ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ആദ്യത്തെ വ്യക്തിയും ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളിയും OM നമ്പ്യാരാണ്. ഓക്കെ. ഡോൾഫിൻ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീന്തൽ. ഡോൾഫിൻ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീന്തൽ. വിംബിൾഡണിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ നിഹാൽ സിംഗ്. ഒളിമ്പിക്സ് വേദി തിരഞ്ഞെടുക്കുന്നത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഒളിമ്പിക്സ് വേദി തിരഞ്ഞെടുക്കുന്നത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 11. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 11. ജെസ്സി ഓവൻസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്ലറ്റിക്സ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ടെന്നീസ് ടൂർണമെൻറ്റ് വിംബിൾഡൺ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ടെന്നീസ് ടൂർണമെൻറ്റ് വിംബിൾഡൺ. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. ഏത് വർഷമാണ് സ്റ്റെഫി ഗ്രാഫ് ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയത്? 1988. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെൻറ്റ് സന്തോഷ് ട്രോഫി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെൻറ്റ് സന്തോഷ് ട്രോഫി. അർജുന അവാർഡിന് അർഹയായ ആദ്യ വനിത KC ഏലമ്മ. അർജുന അവാർഡിന് അർഹയായ ആദ്യ വനിത KC ഏലമ്മ. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ട്. ഗോൾഫ് ലിങ്കിലെ കുഴികളുടെ എണ്ണം 14. പിറ്റ് സാംപ്രാസ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ വീരേന്ദ്ര സെവാഗ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ വീരേന്ദർ സെവാഗ്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർ സെൻ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർ സെൻ. ഏത് കായിക വിനോദത്തിൻ്റെ പഴയ പേരാണ് മിൻഡോനെറ്റ്? വോളിബോൾ. ഏത് കായിക വിനോദത്തിൻ്റെ പഴയ പേരാണ് മിൻഡോനെറ്റ് വോളിബോൾ. നോക്കൗട്ട് എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. നോക്കൗട്ട് എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. വിംബിൾഡൺ ടൂർണമെൻ്റ് ആരംഭിച്ച വർഷം 1877. ചൈനയിൽ ഉത്ഭവിച്ചതും പിങ് പോങ് എന്നറിയപ്പെടുന്നതുമായ കായിക വിനോദം ടേബിൾ ടെന്നീസ്. ഏതു വർഷമാണ് ഇന്ത്യ ആദ്യമായി സാഫ് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത്? 1987. ലോകകപ്പ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ചേതൻ ശർമ്മ. ലോകകപ്പ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ചേതൻ ശർമ്മ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് രാജ്യവുമായിട്ടാണ് ആഷസ് പരമ്പരയിൽ ഇംഗ്ലണ്ട് ഏറ്റുമുട്ടുന്നത്? ഓസ്ട്രേലിയ. ഏതു രാജ്യവുമായിട്ടാണ് ആഷസ് പരമ്പരയിൽ ഇംഗ്ലണ്ട് ഏറ്റുമുട്ടുന്നത്? ഓസ്ട്രേലിയ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്